വന്നു. അപ്പോ വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരത്തിന് കൂടെ അർഹനായിരിക്കുകയാണ്. അപ്പോ എന്താണ് ഈ നിമിഷത്തില് മമ്മൂക്കയ്ക്ക് പറയാനില്ല? എന്ത് പറയാനായിട്ട് എന്ത് തോന്നുന്നു അതില്ല. അതാണോ? താങ്ക് യു. സുഹൃത്തുക്കളെ, ഈ ഒരു സമയത്തെല്ലാം ഞാൻ നിങ്ങളോട് പറയുകയെ, ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് സൈലന്റ് ആയിട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് സംസാരിക്കാതെ നല്ലത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണേ. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഖത്ത് കൃത്യമായിട്ടും നെറ്റിയിലൊക്കെ ആ ചുളിവുകളുണ്ടെന്നേ, കൃത്യമായിട്ട് ചുളിവുകളുണ്ട്. അതിഗംഭീരമായിട്ട് കണ്ണിൻ്റെ തടത്തിലൊക്കെ ആ ചുളിവുകൾ നമുക്ക് കൃത്യമായിട്ടും ആ ഒരു 10-70 വയസ്സ് കഴിഞ്ഞതിൻ്റെ ആ ഒരു പ്രായാധിക്യത്തിൻ്റേതായിട്ട് വരുന്ന ചുളിവുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇത് ഇവിടെ അങ്ങോട്ട് നിർത്തുന്നില്ല, ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഒരു മനുഷ്യൻ ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഷാറൂഖ് ഖാൻ എന്നാണ്. ഇദ്ദേഹത്തിനെ ഈ അടുത്ത കാലത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെയും മമ്മൂട്ടിയുടെയും നെറ്റിയിലെ ചുളിവുകളൊക്കെ ഗംഭീരമായിട്ട് വിസിബിളാണ്, കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപാരമായി പണമുള്ള ആളുകളാണേ, അപാരമായി പണമുള്ള ആളുകളാണ്. ബോട്ടിക് എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നെറ്റിയിലുള്ള അല്ലെങ്കിൽ കവിളിലുള്ള ഈ ചുളിഞ്ഞു പോയ ചുളികൾ, ഈ എന്താ പറയുക, തൊലിയൊക്കെ ഇങ്ങനെ വലിച്ച് പിടിച്ചു വെച്ച് കളയും. അത് 1-1.5 വർഷമൊക്കെ നിൽക്കുക, വീണ്ടും ചികിത്സ നടത്തി കഴിഞ്ഞാൽ ഈ ചുളിവുകളൊന്നും കാണില്ല. നമ്മളെ മുഖം ചുളിവുകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ ലുക്കിലേക്കൊക്കെ അങ്ങനെ മാറാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ ഏറെ കാലമായിട്ട് മലയാള സിനിമയിലെ ഒരു വലിയ ചർച്ചയാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ ബോട്ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചികിത്സ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ പേര് ഡോക്ടർ ദിവ്യ എന്ന് പറയുന്ന ഒരാളാണ്, ദിവ്യ ദിലീപ്. അവരൊരു യൂട്യൂബിന് കൊടുത്ത ഒരു വീഡിയോയിൽ അവരിങ്ങനെ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് ചികിത്സകളൊക്കെ തൻ്റെ സൗന്ദര്യം നിലനിർത്താനൊക്കെ വേണ്ടി നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹം ഒരു കാരണവശാലും തൻ്റെ മുഖത്ത് ബോട്ടിക് എന്ന് പറയുന്ന ആ ഒരു തൊലി വലിച്ച് പിടിച്ചു വെക്കുന്ന ആ ഒരു ചികിത്സ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പെൺകുട്ടി പറയുന്നത്, ഈ ഒരു ഡോക്ടർ പറയുന്നത്. ഇവരതിന് കാരണം പറയുന്നുണ്ട്, അഭിനേതാക്കളല്ലേ എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്, ഇവർ അഭിനേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിനേക്കാൾ അപ്പുറത്തേക്ക് ആളുകളുടെ മുമ്പിലേക്ക്, ആളുകളുടെ മനസ്സിലേക്ക് ഇമോഷൻസ് എത്തിക്കണമെങ്കിൽ ഇവരെ മുഖം അനങ്ങണം, ഇവരെ കണ്ണനങ്ങണം, ചുണ്ടനങ്ങണം, പുരുകക്കൊടികൾ അനങ്ങണം, ഈ നെറ്റിലുള്ള ചുളിവുകളൊക്കെ അനങ്ങണം. ഇതൊന്നും അനങ്ങിയിട്ടില്ലെങ്കിൽ ഇവന്മാർ എന്തെങ്കിലുമൊക്കെ നാടകം കളിക്കുകയാണെന്നൊക്കെ നാട്ടുകാർക്ക് തോന്നിപ്പോകും. ഏറെ കാലമായി ഈ ഒരു സംഗതി ചെയ്തു എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള ഒരു മഹാനടൻ അത് മോഹൻലാലാണ്. മോഹൻലാലിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വലിയ ചതിക്കുഴിയിൽ ചാടിച്ച ഒരു മനുഷ്യൻ കൂടി അപ്പുറത്തുണ്ട്. MTയുടെ കഥ കിട്ടിയിട്ട് എങ്ങനെയും നാശമാക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. MT കേസ് നടത്തിയിട്ട് ആ തിരക്കഥൊക്കെ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികളെ മഹാഭാഗ്യം. ഇനി പക്ഷെ വേറെ ദുരന്തം കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ മോഹൻലാലാണ് അത്ര അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ സംഗതി കൂടി കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇവരുടെ മുഖത്ത് അത്തരത്തിലുള്ള ബോട്ടിക്കുകൾ പോലെയുള്ള ആ ചികിത്സാ രീതികൾ നടത്തുന്നത് വലിയ അപകടകരമാണെന്നാണ്. എന്തുകൊണ്ടാണ് ഇത് അപകടകരമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്ര തന്നെ കഴിഞ്ഞാലും ഇവരെ ശരീരത്തിന് ഇത് അപകടം വരുത്തും. അവരെ ഉള്ളിലുള്ള ഇമോഷൻസ് മുഖത്തിലൂടെ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നതാണ്. എക്സ്പ്രഷൻസ് ഒക്കെ വരണം. നോക്കൂ, ഷാറുഖ് ഖാനെ നോക്കൂ. ഷാറുഖ് ഖാൻ്റെ മുഖത്തും ഇതേപോലെ ചുളിവുകൾ നമുക്ക് കാണാം. പൈസ ഇല്ലായിട്ടാണോ ആ ചുളിവുകളൊക്കെ മാറ്റാൻ? പൈസ ഇല്ലായിട്ടാണോ? അല്ല. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നു, തന്നെ ഈ ചുളിവുകളോട് കൂടി തന്നെ നാട്ടുകാരൊക്കെ കണ്ടാൽ മതി. അങ്ങനെ കണ്ട് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ മാത്രം ഇതിൽ ഇഷ്ടപ്പെട്ടാൽ മതി എന്നാണ്. എന്നാൽ അതേ സമയം തന്നെ ഒരു വരുൺ നമ്പ്യാർ എന്ന് പറയുന്ന വേറൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത് നേരെ വിപരീതമാണ്. Actually,
സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഒരുപാട് ബോട്ടോക്സ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. ഈ എക്സ്പ്രഷൻലെസ് ഫേസ്, മോഹൻലാൽ, മമ്മൂട്ടി, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻലെസ് ഫേസ് വരാനുള്ള ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ആണ്. ചുളിവുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഇഞ്ചക്ഷൻ ആണ് ബോട്ടോക്സ്. ആ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിങ്കിൾസ് ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മാറും. ആ റിങ്കിൾസ് വരണമെങ്കിൽ ഒരു മിനിമം 8 മാസമൊക്കെ എടുക്കും, 6 to 8 months. ആ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എക്സ്പ്രഷൻ ഇല്ല. അപ്പൊ മുമ്പ് മോഹൻലാലും മുമ്പ് മമ്മൂട്ടിയും തിമിർത്താടിയ മുഖഭാവങ്ങൾ ഇപ്പൊ ഇല്ല. ഇതിൽ മാത്രമാണ് ഞാനൊരല്പം എതിർക്കുന്നത്. മോഹൻലാലിനെ വേണമെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞ് അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊള്ളൂ. പക്ഷെ മമ്മൂട്ടി, എൻ്റെ പൊന്നു സുഹൃത്തെ വരുൺ പ്രഭാകര, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നൻപകൽ നേരത്ത് മയക്കെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാലഘട്ടങ്ങളിൽ തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു സിനിമ മമ്മൂട്ടി അഭിനയിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഒരു ഗംഭീര സിനിമ കൂടി ചെങ്ങാതിരായിട്ട് നമ്മൾ മുമ്പിലേക്ക് വന്നത്. കളങ്കാവൽ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് എക്സ്പ്രഷനാണ് കാണാൻ കഴിയാതിരുന്നത്? അദ്ദേഹത്തിന്റെ മുഖത്ത് പല ഭാവങ്ങളും വരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഏതൊക്കെ ഭാവങ്ങൾ വരുന്നില്ല, ഒന്ന് ഉത്തരം തരാൻ കഴിയുമോ? കാരണം ഇത് ദുരന്ത വർത്തമാനമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. അതിഗംഭീരമായിട്ടുള്ള ദുരന്ത വർത്തമാനം കുറഞ്ഞു. അത് ആക്ച്വലി ബിക്കോസ് ഓഫ് ബോട്ടോക്സ് ആണ്. ശരിക്കും ബോട്ടോക്സ് എടുക്കുന്നത് നല്ലതല്ല എന്നാണോ പറയുന്നത്? നല്ലത് എന്നല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് എ ചോയ്സ്. നമ്മൾക്ക് എത്ര ഭംഗിയായിട്ടിരിക്കണം. എനിക്ക് ചുളിവുകൾ വേണ്ട എന്റെ മുഖത്ത്. ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന വ്യക്തിയുടെ ഒരു ടെക്നിക്, കഴിവും അതിലൊരു വലിയ ഘടകമാണ്. അപ്പൊ നമ്മൾ ബോട്ടോക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി ബോട്ടോക്സ് ചെയ്യുന്നത് ഈ ഫോർഹെഡിന്റെ, ഇപ്പൊ ഫോർഹെഡ് ലൈൻസ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ചെയ്യുക. നമ്മൾ ഈ കോർണേഴ്സിൽ ബോട്ടോക്സ് ചെയ്യില്ല. ചിലവർ ഈ കോർണേഴ്സിലും ചെയ്തു പോകാം. അപ്പോഴാണ് തീർത്തും എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുക. നമ്മൾ കോർണേഴ്സിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ പുരികം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ എക്സ്പ്രഷൻസ് മമ്മൂട്ടിക്ക് വരുന്നുണ്ട്. അത് പക്ഷെ കോർണറുകളിൽ ഈ ഒരു ബോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ എടുക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, മമ്മൂട്ടിയുടെ മുഖത്ത് ചുളിവുകളുണ്ടെന്നേ. മമ്മൂട്ടിയുടെ മുഖത്ത് വളരെ കൃത്യമായിട്ട് ചുളിവുകളുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തീരെ മനസ്സിലാവില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനൊരു ഫോട്ടോ അങ്ങനെ എടുത്ത് ഷെയർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതാ കിടക്കുന്ന ആ ഫോട്ടോ ഇതാണ്. നിങ്ങൾ ഈ ഒരു ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കുക. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വളരെ വൃത്തിയായിട്ട് ആ ചുളിവുകൾ കാണാൻ കഴിയും. വളരെ വൃത്തിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൻ്റെയോ മറ്റോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മമ്മൂട്ടി വന്നപ്പോൾ അദ്ദേഹം ധരിച്ചൊരു വേഷവുമായിട്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് ആ ചുളിവുകൾ കൃത്യമായിട്ട് കാണാനുണ്ട്. ഇനി എന്താണ് ഈ മമ്മൂട്ടി ഹേറ്റേഴ്സിന് പറയാനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബൈ.